രാജ്യമെന്നുണർന്നത് പശ്ചിമ ബംഗാളിൽ ട്രെയിനുകൾ കൂട്ടിയിടിച്ച് വൻ അപകടമുണ്ടായി എന്ന ഏറെ സങ്കടകരമായ വാർത്ത കേട്ടാണ്. ഇന്ന് രാവിലെ 9 മണിയോടെയാണ് അപകടമുണ്ടാകുന്നത്. അഗർത്തലയിൽ നിന്നുള്ള കാഞ്ചൻജംഗ എക്സ്പ്രസ് ന്യൂ ജൽപായ്ഗുരി സ്റ്റേഷന് സമീപം രംഗപാണിയിൽ വെച്ച് ഗുഡ്സ് ട്രെയിനുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ 15 പേർ മരിച്ചതായാണ് റെയിൽവേ അറിയിക്കുന്നത്. 60ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മരിച്ചവരിൽ ചരക്ക് ട്രെയിനിന്റെ ലോക്കോ പൈലറ്റും മറ്റ് 2 റെയിൽവേ ജീവനക്കാരുമുണ്ട്. അപകടത്തിൽ കാഞ്ചൻജംഗയുടെ 2 കോച്ചുകൾ പാളം തെറ്റിയിരുന്നു. കഴിഞ്ഞ വർഷം ഇതേപോലെ ഒരു ജൂണിൽ ഒഡീഷയിലെ ബാലസോർ ജില്ലയിലെ ബഹനാഗയിൽ രാജ്യത്തെ നടുക്കിയ ട്രെയിൻ ദുരന്തമുണ്ടായത് നമ്മൾ മറന്നിട്ടുണ്ടാവില്ല. 2023 ജൂൺ 2-ന് 296 പേരുടെ ജീവൻ കവർന്ന ബാലസോർ അപകടത്തോടെ റെയിൽവേയിലെ സിഗ്നലിംഗ് ഓപ്പറേഷൻസ് വിഭാഗത്തിന്റെ പ്രവർത്തനം ഏറെ ചർച്ചകൾക്ക് വിധേയമായിരുന്നു. അപകടങ്ങൾ കുറയ്ക്കാൻ കവച് സംവിധാനം എല്ലാ തീവണ്ടികളിലും കൊണ്ടുവരണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. എന്നാൽ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതിൽ റെയിൽവേ ഇപ്പോഴും പരാജയപ്പെടുന്നു എന്ന വസ്തുതയിലേക്കാണ് ഇപ്പോഴത്തെ ഈ പശ്ചിമ ബംഗാൾ ട്രെയിൻ അപകടം വിരൽ ചൂണ്ടുന്നത്. ഇന്ത്യയിൽ സമാനമായ നിരവധി അപകടങ്ങളും തുടർന്നുണ്ടായ മരണങ്ങൾക്കും ഇതിനു മുൻപും രാജ്യം സാക്ഷിയായിട്ടുണ്ട്. 1981-ൽ ബീഹാറിലെ ബാഗ്മതി പുഴയിലേക്ക് ട്രെയിൻ മറിഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 500-നും 800-നും ഇടയിലാണ്. രാജ്യത്തുണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തമായിരുന്നു അത്. രാജ്യത്തെ നടുക്കിയ മറ്റ് ട്രെയിൻ ദുരന്തങ്ങൾ പരിശോധിക്കാം. ഒഡീഷ ട്രെയിൻ ദുരന്തം 2023 ജൂൺ 2-നായിരുന്നു ഒഡീഷയിലെ ബാലസോറിൽ 3 ട്രെയിനുകൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. ബാലസോർ ജില്ലയിലെ ബഹനാഗ ബസാർ സ്റ്റേഷനിൽ നിന്നെടുത്ത കോറോമാൻഡൽ എക്സ്പ്രസ് നിർത്തിയിട്ടിരുന്ന ചരക്ക് ട്രെയിനിൽ ഇടിക്കുകയും പാളം തെറ്റിയ ചില കോച്ചുകൾ അടുത്തുള്ള ട്രാക്കിലേക്ക് വീഴുകയുമായിരുന്നു. ആ സമയം എതിരെ വരികയായിരുന്ന യശ്വന്ത്പൂർ ഹൗറ എക്സ്പ്രസ് ഇതിലേക്ക് കൂട്ടിയിടിക്കുകയും അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുകയുമായിരുന്നു. 296 പേർ മരിക്കുകയും 1200-ലധികം പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തിരുന്നു. പെരുമൺ ദുരന്തം കേരളത്തിൽ 3.5 പതിറ്റാണ്ട് മുൻപുണ്ടായ ട്രെയിൻ ദുരന്തത്തിൽ 100-ലധികം പേർക്കായിരുന്നു ജീവൻ നഷ്ടമായത്. 1988 ജൂലൈ 8-ന് കൊല്ലത്തെ പെരിനാടിനടുത്തുള്ള പേരുമൺ പാലത്തിന് മുകളിൽ നിന്ന് ബംഗളൂർ കന്യാകുമാരി ഐലൻഡ് എക്സ്പ്രസ് പാളം തെറ്റി വീണത് അഷ്ടമുടി കായലിലേക്കായിരുന്നു. പെരുമൺ ദുരന്തത്തിന് അറിയപ്പെടുന്ന ട്രെയിൻ അപകടത്തിൽ 105 പേരാണ് മരിച്ചത്. 200-ലധികം പേർക്ക് പരിക്കേറ്റു. ജ്ഞാനേശ്വരി എക്സ്പ്രസ് പാളം തെറ്റിയുള്ള അപകടം. CPI മാവോയിസ്റ്റ് എന്ന നിരോധിത സംഘടന ആരോപണ വിധേയരായ അപകടത്തിൽ 170 പേർ മരിച്ചിരുന്നു. മുംബൈയിലേക്കുള്ള ഹൗറ കുർല ലോകമാന്യ തിലക് ജ്ഞാനേശ്വരി സൂപ്പർ ഡ്യൂലക്സ് എക്സ്പ്രസ് 2010 മെയ് 28-നാണ് അപകടത്തിൽപ്പെടുന്നത്. CPI മാവോയിസ്റ്റിന്റെ ആസൂത്രിത ആക്രമണമാണ് അപകടത്തിന് പിന്നിലെന്നാണ് സംശയിക്കപ്പെടുന്നത്. പശ്ചിമ ബംഗാളിലെ ഖെമാശുലിക്കും സർഹിതയ്ക്കുമിടയിൽ പുലർച്ചെ 1:30-നാണ് സംഭവമുണ്ടായത്. ഇതിലേക്ക് പിന്നീട് ഒരു ചരക്ക് ട്രെയിനും വന്നിടിക്കുകയായിരുന്നു. കടലുണ്ടി ട്രെയിൻ അപകടം 2001 ജൂൺ 22-നായിരുന്നു 52 പേരുടെ മരണത്തിനിടയാക്കിയ കടലുണ്ടി ട്രെയിൻ അപകടം നടക്കുന്നത്. പെരുമൺ ദുരന്തത്തിന് ശേഷം സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ തീവണ്ടി അപകടമായിരുന്നു കടലുണ്ടിയിലേത്. 6602 നമ്പർ മംഗളൂരു ചെന്നൈ എക്സ്പ്രസ് കടലുണ്ടി പാലത്തിന് മുകളിൽ നിന്ന് പാളം തെറ്റി പുഴയിലേക്ക് പതിക്കുകയായിരുന്നു. കനത്ത മഴയുള്ള ദിവസം വൈകിട്ട് 5:10-ന് 3 ബോഗികൾ പുഴയിലേക്ക് മറിഞ്ഞു. ഇവയിൽ 2 പാലത്തിനും പുഴയ്ക്കുമിടയിൽ തൂങ്ങി നിന്നു. ഓരോ അപകടങ്ങൾ സംഭവിക്കുമ്പോഴും സുരക്ഷ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടാറുണ്ടെങ്കിലും നടപടികൾ സ്വീകരിക്കുന്നതിലെ അലംഭാവമോ വീഴ്ചകളോ ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെടാൻ വഴിയൊരുക്കുന്നു. മറ്റു രാജ്യങ്ങളോട് മത്സര സ്വഭാവം പുലർത്തുന്ന സുരക്ഷാ സംവിധാനങ്ങളാണ് നിലനിൽക്കുന്നതെന്ന് അവകാശപ്പെടുമ്പോഴും ലോകത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സംവിധാനമുള്ള നമുക്ക് യാത്രക്കാരുടെ ജീവന്റെ സംരക്ഷണം ഉറപ്പുവരുത്താൻ സാധിക്കുന്നില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം.